ശശി തരൂർ MP തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ലിഫ്റ്റിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തിയാണ് ലിഫ്റ്റിൽ കുടുങ്ങിയ തരൂർ ഉൾപ്പെടെയുള്ളവരെ പുറത്തിറക്കിയത്. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറക്കിയ തരൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞു. ഞങ്ങൾ പിന്നെ ആദ്യം ഈ ലിഫ്റ്റുകാരെ വിളിക്കാൻ ശ്രമിച്ചത് നാളെ പിന്നെ റിസപ്ഷൻകാർ അവർ സഹായിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ വിളിച്ചപ്പോഴാണ് ഇത് പെട്ടെന്ന് എത്തി. നിങ്ങൾ കണ്ടുവല്ലോ, നിങ്ങൾ തന്നെ അതിന് വാർത്തയാക്കിയല്ലോ. അപ്പോൾ ഇനി എന്താ ഞാൻ പറയാം, നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും സുഖമായിട്ട്, ഒരു പാനിക് ഉണ്ടായി, എല്ലാവരും റിലാക്സ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് ആൾക്കാർ കുറച്ച് ഹീമാനായിട്ട് ലിഫ്റ്റ് വാതിലൊക്കെ തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള വാതിൽ, അകത്തുള്ള വാതിൽ തുറക്കാൻ സാധിച്ചു, പക്ഷേ ഈ ഫ്ലോറിന്റെ വാതിൽ തുറക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ അവസാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഒന്നും കണ്ടുമില്ല. അവർ ആദ്യം ശ്രമിച്ചപ്പോൾ നടന്നില്ല, എന്നിട്ട് അവർ ഹൈഡ്രോളിക് എക്വിപ്മെന്റ് കൊണ്ടു തന്നെയാണ് തുറന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രൊഫഷണലിസം ഞാൻ, അവരുടെ ആത്മാർത്ഥത, അവരുടെ സ്പീഡ് എല്ലാറ്റും ഞാൻ വലിയൊരു അഭിനന്ദിക്കുന്നു. അദ്ദേഹം അവർ ചെയ്ത പണി നന്നായി ചെയ്തു. സമയത്ത് ആദ്യത്തെ ഒരു അനുഭവമാണോ? എന്റെ ആദ്യത്തെ അനുഭവമാണ് ലിഫ്റ്റിന്റെ ഇടയിൽ ഇങ്ങനെ പെട്ടുപോയത്. എന്തെങ്കിലും ഒരു ആശയം കിട്ടിയോ ഒരു റൈറ്റർ എന്ന നിലയിൽ? അല്ല, ഇത് വിഷ്വൽ മീഡിയക്കാണ് പറ്റിയത്, എഴുത്തുകാർക്കല്ല. ഇതിനെന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടോ? അല്ല, നോക്കൂ, അവിടെ സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പം വാക്കാണ്, സ്റ്റക്ക് തന്നെയായിരുന്നു ലിഫ്റ്റിൽ. പക്ഷെ ചിലവർക്ക് ഇതിൽ ക്ലോസ്ട്രോഫോബിയ വരാണ്ട് സാധ്യതയുണ്ട്. കാരണം ശ്വാസം മുട്ടുന്നത്, ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു അതിനകത്ത്. ഫാന് നടക്കണ്ടായിരുന്നില്ല, ലൈറ്റ് വന്നു, പക്ഷേ അതിന് ഇടയിൽ ഓഫ് ചെയ്യേണ്ടി വന്നു അവർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ. പക്ഷെ ആർക്കും ഒരു ക്ലോസ്ട്രോഫോബിയ, അങ്ങനെ റിയാക്ഷനോ ഭയമോ ഒന്നും തോന്നിയില്ല. ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. അവസാനത്തിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിരിക്കുന്നത്, നമ്മുടെ ഫേറ്റ് നമ്മളുടെ കയ്യിലല്ല. അപ്പൊ അവസാനത്തിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, ആൾക്കാരെ നമ്മൾ രക്ഷിച്ചാൽ അവരോട് നന്ദി പറയാം. രക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യേണ്ടത്. ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ തമാശയും ചിരിയും ഒക്കെ ആണെങ്കിൽ പോലും ആ സമയം എന്ന് പറയുന്നത് അത്രയേറെ ടെൻഷൻ അടിച്ചൊരു സമയമാണ്. എത്രത്തോളം സമയം അദ്ദേഹവും കൂടെയുള്ളവരും ലിഫ്റ്റിൽ കുടുങ്ങി? എങ്ങനെയായിരുന്നു പിന്നീട് ആ പുറത്തേക്ക് ഇറക്കൽ? അതെ, ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ അദ്ദേഹം ആ പുറത്തിറങ്ങിയതിന് ശേഷം, ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തമാശയിൽ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളോടൊക്കെ രസമായി സംസാരിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു സമയത്ത് കുറച്ച് പാനിക്കായി എന്ന് തന്നെ പറയാം. കാരണം ഞാനിവിടെ വന്ന് അതായത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ ശശി തരൂരിൻ്റെ പരിപാടി കവർ ചെയ്യാൻ വന്നപ്പോൾ 6ാമത്തെ നിലയിലായിരുന്നു, പ്രശാന്ത് ഹോട്ടലിൻ്റെ 6ാമത്തെ നിലയിലായിരുന്നു പരിപാടി. ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം പരിപാടി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി 6ാമത്തെ നിലയിലേക്ക് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ഇവിടെ നിന്ന സമയത്ത് മുകളിലേക്കുള്ള ലിഫ്റ്റ് താഴേക്ക് വരുന്നില്ല. അങ്ങനെ സ്റ്റെപ്പ് വഴി കയറി മുകളിൽ പോയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ ഈ ഹോട്ടലിലുള്ള ആളുകൾ ഇത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉടനടി തന്നെ എത്തി. ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ അവിടെ നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഫയർഫോഴ്സാണ് ഇടപെട്ട് ആ ലിഫ്റ്റ് തുറന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയത്. അദ്ദേഹത്തിനൊപ്പം ഒരു 3-4 പേരുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോ അദ്ദേഹം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. നേരത്തെ നമ്മുടെ ആ സമയത്ത് പത്മകുമാറേട്ടൻ, അദ്ദേഹത്തിനൊപ്പമുള്ള ആൾ നമ്മോട് സംസാരിച്ചിരുന്നു. അതായത് 4-5 പേരുണ്ടായിരുന്നു. കുറച്ച് സമയം ഒന്ന് ടെൻഷനായിപ്പോയി. പക്ഷേ ഫയർഫോഴ്സ് എത്തി ഞങ്ങളെ ഇറക്കിയതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും
വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ലിഫ്റ്റ് കൃത്യമായി തുറന്ന് പുറത്തേക്ക് എത്തിക്കാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ലിഫ്റ്റിൽ കയറാൻ മടിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അദ്ദേഹം ലിഫ്റ്റിൽ കയറാതെ 6ാമത്തെ നിലയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നിറങ്ങിയാണ് അദ്ദേഹം പരിപാടി കഴിഞ്ഞ് മടങ്ങിയത്.